ഓർത്തഡോക്സ് യാക്കോബായ തർക്കമുള്ള 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുവാനുള്ള സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടതാരെന്ന് ഹൈക്കോടതി നിർണയിക്കുമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കോടതിയലക്ഷ്യ ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് വിട്ടു. സംസ്ഥാന സർക്കാരും യാക്കോബായ സഭയും നൽകിയ അപ്പീലിലാണ് നടപടി. അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട പുളിന്താനം, ഓടക്കാലി, മഴുവന്നൂർ, തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട മംഗലം ഡാം, എറിക്കിൽ ചിറ, ചെറുകുന്നം എന്നീ പള്ളികൾ സംബന്ധിച്ചായിരുന്നു ഉത്തരവ്. പള്ളികൾ ഏറ്റെടുത്ത് താക്കോൽ സൂക്ഷിക്കണമെന്ന് എറണാകുളം, പാലക്കാട് ജില്ലാ കളക്ടർമാർക്കായിരുന്നു ജസ്റ്റിസ് VG അരുൺ ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഈ വിധി നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ച് 20ഓളം മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി ആരംഭിച്ചിരുന്നു. ഈ നടപടി ചോദ്യം ചെയ്ത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു, DGP ഷേഖ് ദർവേഷ് സാഹിബ് തുടങ്ങിയവർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി നടപടി. ശവസംസ്കാര ശുശ്രൂഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഓർത്തഡോക്സ് സഭ തങ്ങളുടെ മുൻ നിലപാട് മയപ്പെടുത്തിയതായി സുപ്രീംകോടതി നിരീക്ഷിച്ചു. സഭാ തർക്കത്തിൽ സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവുകളോട് തങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടായാൽ പോലും നിലവിലെ ഘട്ടത്തിൽ ജുഡീഷ്യൽ അച്ചടക്കം പാലിക്കുവാൻ അത് അംഗീകരിക്കുക മാത്രമാണ് വഴിയെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ പള്ളികളുടെയും വിശ്വാസികളുടെയും എണ്ണം സംബന്ധിച്ച് ഉൾപ്പെടെ സുപ്രീംകോടതി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സംസ്ഥാന സർക്കാർ മുദ്രവെച്ച കവറിൽ വ്യാഴാഴ്ച കോടതിക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വിശദമായി പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ, സ്റ്റാൻഡിംഗ് കോൺസൽ CK ശശി, മീനെ K പൗലോസ് എന്നിവർ ഹാജരായി. ഓർത്തഡോക്സ് സഭയ്ക്കു വേണ്ടി സീനിയർ അഭിഭാഷകരായ KK വേണുഗോപാൽ, CU സിംഗ്, കൃഷ്ണൻ വേണുഗോപാൽ, അഭിഭാഷകൻ EMS അനാം എന്നിവർ ഹാജരായി. യാക്കോബായ സഭയ്ക്കു വേണ്ടി സീനിയർ അഭിഭാഷകൻ ശ്യാം ദിവാൻ, അഭിഭാഷകരായ PK മനോഹർ, A രഘുനാഥ് എന്നിവരാണ് ഹാജരായത്.